Hi all, welcome to the online session of Environmental Science and Disaster Management. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സിനെ കുറിച്ചാണ്. അല്ലെ നാച്ചുറൽ ഹസാർഡ്സ് ആയ സുനാമി, ഫ്ലഡ്, സൈക്ലോൺ, ഡ്രോട്ട്, ലാൻഡ് സ്ലൈഡ്, വോൾക്കാനിക് എറപ്ഷൻ ആൻഡ് ലൈറ്റ്നിങ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സുനാമി. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോഡിയിൽ സീസ്മിക് ആക്ടിവിറ്റി കാരണം അല്ലെങ്കിൽ എർത്ത് കേക്ക് റിലേറ്റഡ് ആയ സീസ്മിക് ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. സീ ഫ്ലോറിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് സുനാമി എന്ന് പറയുന്നത്. നമുക്കറിയാം സുനാമി 2006 നമ്മുടെ തീരങ്ങളിലൊക്കെ വീശിയടിച്ചതാണ്. സുമാത്രയിലുണ്ടായ സുനാമിയുടെ ഇവിടെ വരെ എഫക്റ്റുകൾ ഇവിടെ വരെ എത്തിയത് നമുക്ക് അറിയാം. സുനാമി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക തീരപ്രദേശങ്ങളെയാണ്. അവിടെയുള്ള എല്ലാ ഇതിനെയും ബാധിക്കും. അവിടുത്തെ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും. അങ്ങനത്തെ കുറേ നശീകരണ സ്വഭാവമുള്ള ഭയങ്കര ഹ്യൂജ് വേവ്സ് ആയിരിക്കും ഉണ്ടാവുക. കാറ്റിൻ്റെ സഹായം ഉണ്ടാവും ആ സമയത്ത്. കാരണം ഭയങ്കര കാറ്റും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സുനാമി. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നോക്കാം. സീസ്മിക് ആക്ടിവിറ്റീസ് ലൈക്ക് എർത്ത് landslide, volcanic eruption, explosion can generate tsunami. Deformation of the sea floor due to the movement of plate. വേറൊരു കാരണം പറയുന്നത് സീ ഫ്ലോറിന് താഴെയുള്ള ഭൂമിക്കടി എർത്ത് ക്രസ്റ്റിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് കാരണം സുനാമി ഉണ്ടാവാം. മറ്റൊരു കാരണം സീസ്മിക് ആക്ടിവിറ്റി, എർത്ത് കേക്ക് പോലത്തെ സീസ്മിക് ആക്ടിവിറ്റീസ് കാരണം സുനാമി കടലിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് സുനാമിയിലേക്ക് വഴി നീക്കും. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് സുനാമി. സുനാമി അറ്റാക്സ് മോസ്റ്റ്ലി കോസ്റ്റ് ലൈൻസ്, കോസിങ് ഡിവാസ്റ്റിംഗ് പ്രോപ്പർട്ടി ഡാമേജ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്. സുനാമി ക്യാൻ കിൽ ലോട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. കാരണം ധാരാളം മനുഷ്യനഷ്ടവും മറ്റ് ജീവജാലങ്ങളുടെ നഷ്ടവും ഉണ്ടാവും. പിന്നെ ഒരു വാട്ടർ ബോൺ ഡിസീസുകൾ, കാരണം മൊത്തത്തിൽ ഇതാകുന്ന സമയത്ത് ഈ ഒരു എപ്പിഡമിക് ഡിസീസുകൾ വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഓർഡിനറി വേവും സുനാമി വേവും തമ്മിലുള്ള കമ്പാരിസനാണ്. ഓർഡിനറി വിൻഡ് വേവിൻ്റെ വേവ് ലെങ്ത്ത് 100 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ സുനാമിയുടേത് 500 കിലോമീറ്റർ വരെ ആവാം. അതുപോലെ ഡ്യൂറേഷൻ 5 to 20 സെക്കൻഡാണ് ഓർഡിനറി വേവിൻ്റേത്. സുനാമി വേവ് 10 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ഹൈറ്റ് 0.5 മീറ്ററാണ് ഓർഡിനറി വേവ്. പക്ഷേ സുനാമി വേവ് ഹൈറ്റ് 30 മുതൽ 80 മീറ്റർ വരെ ഉയരമുണ്ടാവും. ഇനി സൈക്ലോൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഒരു ഇൻറ്റൻസ് സ്റ്റോമാണ്. അല്ലെങ്കിൽ കാറ്റിൻ്റെ ഇത് കാരണമാണ് വിൻഡിൻ്റെ അതാണ് മെറ്റീരിയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻറ്റൻസ് ഡിപ്രഷൻ ഫോമിങ് ഓവർ ദ ഓപ്പൺ ഓഷ്യൻ ആൻഡ് മൂവിങ് ടുവേർഡ്സ് ദ ലാൻഡ്. ഇത് നമ്മൾ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇത് രൂപപ്പെടും. കാരണം ഒരു ലോ അറ്റ്മോസ്ഫിയർ, ആ ലോ അറ്റ്മോസ്ഫിയറിൻ്റെ ചുറ്റും ഹൈ പ്രഷർ ഉണ്ടാകുന്നതാണ്. ആ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ആ ന്യൂനമർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചുഴി പോലെ അല്ലെങ്കിൽ സേളിങ്, ചുഴലിക്കാറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഫോമിൽ ഇത് കടലിൽ ആദ്യം ഉണ്ടാവും. കടലിൽ സീ സർഫസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓഷ്യൻ സർഫസിൽ ഉണ്ടാവും. അവിടെ നിന്ന് ഇത് കരയിലേക്ക് വീശുന്ന ഒരവസ്ഥയാണ് സൈക്ലോൺ. ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡാമേജ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹസാർഡിൻ്റെയും കാരണങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫിസിക്കൽ ഡാമേജ് എന്നാൽ വിൻഡിൻ്റെ കാരണത്താൽ പല ഇത് ചിലപ്പം ഫ്ലഡിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോം സർജിലേക്ക് നയിക്കും. കാരണം കരയിലെത്തുമ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ നല്ല മഴ ആവാനുള്ള ചാൻസ് ഉണ്ട്. പല ഇതിൽ മാറാം. കാഷ്വാലിറ്റീസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, നമുക്ക് പല പരിക്കുകളും മറ്റ് മരണങ്ങൾ വരെ സംഭവിക്കാനുള്ള ചാൻസ്. വാട്ടർ സപ്ലൈ, നമ്മളെ വാട്ടർ സപ്ലൈ മുഴുവനായിട്ട് താളം തെറ്റും. പിന്നെ ക്രോപ്സ് ആൻഡ് ഫുഡ് സപ്ലൈ, ക്രോപ്പുകൾ
കുറേ വിളകൾ നശിക്കും. പ്രത്യേകിച്ച് ഈ നമ്മളെ വാഴകൾ, പിന്നെ തെങ്ങുകൾ, ഇതൊക്കെ പെട്ടെന്ന് മറിഞ്ഞ് വീഴും. പിന്നെ ഫുഡ് സപ്ലൈ ആകെ താളം തെറ്റും. പിന്നെ കടലിലെ ഉപ്പുവെള്ളം നമ്മളെ കൃഷിഭൂമിയിലേക്ക് കയറും. അവിടെ എന്നിട്ട് അങ്ങനെ കൃഷി നശിക്കാൻ കാരണമാവും. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആകെ ഡിസ്റ്റർബ്ഡ് ആവും. ഇനി ഫ്ലഡ് നമുക്കറിയാം 2018-ലും 2019-ലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ എന്താണ് കാരണം, വെള്ളത്തിൻ്റെ ലെവൽ ഉയരുന്ന അവസ്ഥയാണ്. എവിടെയൊക്കെ റിവർ ചാനലോ അല്ലെങ്കിൽ കോസ്റ്റ് റിവറിൻ്റെ കോസ്റ്റിലോ അവിടെയൊക്കെ വെള്ളം കൂടുന്നത് എന്ത് കാരണം? എന്നാൽ സാധാരണഗതിയിൽ വെള്ളം മൂടാത്ത സ്ഥലങ്ങൾ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ് നമ്മൾ ഫ്ലഡ് എന്ന് പറയാം. കാരണം പല കാരണങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാവാം. നമുക്കറിയാം കാരണങ്ങൾ. ഒന്ന്, കുറഞ്ഞ സമയത്തിലുള്ള ഹെവി ഇൻറ്റൻസിറ്റി മഴ, നല്ല ഇൻറ്റൻസിറ്റിയുള്ള മഴ. പിന്നെ നമ്മളെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാസേജ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. പിന്നെ സെഡിമെൻറ്റേഷൻ. ഇപ്പോൾ നമുക്ക് പുഴയിൽ വെള്ളം താങ്ങാനാവാതെ കുറേ മണലും ചെളിയും അടിഞ്ഞ് വെള്ളത്തിന് കൂടുതൽ പുതിയ വെള്ളത്തെ സ്വീകരിക്കാനുള്ള സ്പേസ് കുറയുമ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ ബ്ലോക്കിങ്, പാലങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഫ്ലോ കുറയുകയാണ്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം പൊങ്ങാനുള്ള, പിന്നെ നമ്മൾ ഇല്ലീഗലായിട്ട് പല കൺസ്ട്രക്ഷൻസും നടത്തി വാട്ടർ സർക്കുലേഷൻ്റെ പാത്തിനെ നമ്മൾ തടയിട്ടതും ഒരു കാരണമാണ്. കോസ് ഹെവി റെയിൻഫാൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഹെവി സിൽറ്റേഷൻ ഓഫ് ദ റിവർ ബെഡ് റെഡ്യൂസസ് ദ വാട്ടർ ആണ്. നമ്മൾ മറ്റ് ഇതുകൾ അടിഞ്ഞുകൂടി അവിടെ വേറെ ഒന്നും വെള്ളത്തെ താങ്ങാനുള്ളതില്ല. ബ്ലോക്കേജ് ഓഫ് ദ ഡ്രെയിൻസ് ലീഡ് ടു ഫ്ലഡിങ് ഓഫ് ദ ഏരിയ. പിന്നെ ലാൻഡ് സ്ലൈഡ് കാരണം നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കിയതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് റിസർവോയർ. അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഫ്ലഡിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന്. ലൈഫിനെയും പ്രോപ്പർട്ടിയെയും നന്നായിട്ട് ബാധിക്കും. പല നഷ്ടങ്ങളുണ്ടാക്കും. പിന്നെ സ്ട്രക്ചേഴ്സ്, ഹൗസ്, ബ്രിഡ്ജ്, റോഡ്, ബിൽഡിങ്സ്, ഇതെല്ലാം നഷ്ടപ്പെടും. പിന്നെ ധാരാളം മനുഷ്യനഷ്ടം അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കും നഷ്ടങ്ങൾ വരും. അഗ്രികൾച്ചറൽ ലാൻഡ് കുറേ നശിക്കും. അവിടെ കുറേ ക്രോപ്പുകൾ നശിക്കും. അവിടെയൊക്കെ ചിലപ്പം ചെളിയും ഇതെല്ലാം അടിഞ്ഞിട്ട് പിന്നെ ഫെർട്ടൈലായിട്ടുള്ള മണ്ണ്, ഏറ്റവും ടോപ്പ് സോയിലാണ് ഫെർട്ടൈലായിട്ടുള്ള മണ്ണ്. ആ മണ്ണ് വേറെ സ്ഥലത്തേക്ക് ഒഴുകിപ്പോയി കൃഷിസ്ഥലത്ത് മറ്റ് ഫലഭൂഷ്ടമല്ലാത്ത മണ്ണ് വന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റുകൾ വന്ന് അടിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അത് ഒരു ഫുഡ് ഷോർട്ടേജിന് കാരണമാവും. അതുപോലെ ആനിമൽസിൻ്റെ നാശത്തിനൊക്കെ കാരണമാകും. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയോ ഫ്ലഡിന് ശേഷം സംഭവിച്ചു എന്നുള്ളത്, എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി എന്നുള്ളത്. ഇനി ഡ്രോട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഒരു സ്ലോ ഓൺസെറ്റ് പ്രോസസ്സാണ്. പെട്ടെന്നുണ്ടാവില്ല. കാരണം അത് നമുക്കറിയാം ഡ്രോട്ടിലേക്ക് നീങ്ങുന്നുണ്ടോ, ആദ്യം തന്നെ വാർണിംഗ് കിട്ടും, മുന്നറിയിപ്പ് കിട്ടും. കാരണം ഇതിൻ്റെ പ്രസിപ്പിറ്റേഷൻ്റെ അളവ്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മഴ, മഞ്ഞ്, അതുപോലെ ഭൂമിയിലേക്ക് വരുന്ന വെള്ളത്തിനെയാണ് ടോട്ടലി നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുക. ഈ പ്രസിപ്പിറ്റേഷൻ്റെ അളവിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഒരു നെഗറ്റീവ് ബാലൻസിലാണ് നമ്മുടെ വാട്ടർ യൂസേജ് പോകുന്നുണ്ടെങ്കിൽ അത് ഡ്രോട്ടിലേക്ക് നയിക്കും. പിന്നെ പല കാരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. എന്നാൽ അവിടുത്തെ ക്രോപ്പുകൾ നശിക്കും, ഡീഫോറസ്റ്റേഷൻ, പല കാരണങ്ങൾ നോക്കാം. കാരണം ഒന്നാമത് മഴ കുറയലാണ് നമുക്ക് ആവശ്യത്തിന് കിട്ടേണ്ട മഴ കിട്ടാതിരിക്കുന്ന സമയത്ത്. പിന്നെ കാറ്റിൻ്റെ ചൂട് കാറ്റുകൾ അടിച്ച് ഉള്ള ഈർപ്പം മുഴുവൻ ഡ്രെയിനായി പോകുന്ന അവസ്ഥ. പിന്നെ സർഫസ് റൺ ഓഫ്, നമ്മുടെ വെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാതെ മഴ പെയ്യുന്ന സമയത്ത് മുഴുവൻ വെള്ളവും ഒലിച്ച് പോവുക, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിലേക്ക് വെള്ളം ഇറങ്ങാത്ത അവസ്ഥ. പിന്നെ മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ, മനുഷ്യനിർമ്മിതമായ പല കാരണം ഇത് ഡ്രോട്ടിലേക്ക് വഴിവെക്കും. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഇതിനൊക്കെ അമിതമായിട്ട് ഗ്രൗണ്ട് വാട്ടറിലുള്ള വെള്ളങ്ങൾ നമ്മൾ ബോർവെല്ലും ഇതൊക്കെ വെച്ച് വെള്ളം ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഡ്രോട്ടിലേക്ക് നയിക്കും.
അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഡ്രോട്ടിനെ പല കാരണങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എക്കണോമിക് ഉണ്ട്, അതുപോലെ സോഷ്യൽ ഉണ്ട്, അതുപോലെ ഹെൽത്ത്, പല ഇതിലേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലിപ്പം എക്കണോമിക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് എക്കണോമിക് ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും. മെയിനായിട്ട് ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകും. ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ഫുഡിൻ്റെ പ്രൈസ് കൂടും, ഫുഡ് ഇറക്കുമതി ചെയ്യേണ്ടി വരും, അപ്പോൾ രാജ്യത്തിൻ്റെ ബാധ്യത കൂടും. പിന്നെ പല മരങ്ങളും നശിക്കും, അപ്പോൾ മറ്റ് മൃഗങ്ങളെയും എല്ലാം ബാധിക്കും. അതുപോലെ പ്ലാന്റുകൾക്ക് പല ഡിസീസുകൾ വന്ന് പിന്നെ ഇൻസെക്റ്റുകൾക്ക് ഇൻഫെക്ഷൻ വരും. അങ്ങനെ കുറേ നമുക്ക് ആവശ്യമുള്ള പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, നമ്മൾ കേരളത്തിലൊക്കെ ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റാണ് കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് ഇത് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്നൊരു എക്കണോമി നമുക്ക് നഷ്ടമാവുകയാണ്. അതൊന്ന് വായിച്ചു നോക്കാം. ഇനി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അനിമൽ സ്പീഷീസിനെയും പ്ലാന്റ് സ്പീഷീസിനെയും ബാധിക്കും. അത് അതിൻ്റെയും ഡീഗ്രഡേഷൻ, അതുപോലെ മത്സ്യസമ്പത്ത് ഇല്ലാതാവും. പിന്നെ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടാതാവും. പിന്നെ പല രോഗങ്ങൾ, ഇൻക്രീസ്ഡ് പ്രിഡേഷൻ എന്നാൽ ഇരപിടുത്തം കൂടും. പിന്നെ മണ്ണൊലിപ്പ് വിൻഡ് കാരണം പോലും ഉണ്ടാവും. കാരണം തീരെ മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ, അവിടെ വാട്ടർ കണ്ടൻറ്റ് തീരെ മണ്ണിലില്ലാതായി കഴിഞ്ഞാൽ കാറ്റ് മണ്ണിനെ കൊണ്ടുപോകും. അങ്ങനെ പൊടിക്കാറ്റിലൂടെയും മണ്ണ് എപ്പോഴും ടോപ്പ് സോയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇനി സോഷ്യൽ എന്ന് പറയുന്നത് അതിൽ ഫുഡ് ഷോർട്ടേജാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മൾക്ക് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെ കൾച്ചർ തന്നെ മാറാൻ തുടങ്ങും. കാരണം വൃത്തി കുറയും. കാരണം ശരിക്കും ആവശ്യത്തിന് വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ നമ്മുടെ ദിനചര്യകൾക്ക് നമ്മളെ ശുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മളെ വൃത്തിയിൽ അതിൻ്റെ ഒരു കുറവ് കാണാൻ കഴിയും. അത് നമ്മളെ കൾച്ചറിനെ പോലും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പോപ്പുലേഷൻ ആളുകൾ കൂടുമ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മളൊരു വീട് വെക്കാൻ നിൽക്കില്ല, അപ്പം മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറാൻ വേണ്ടി. പിന്നെ വാട്ടർ യൂസേഴ്സിന് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, തമ്മിൽ തർക്കങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ തമിഴ്നാടും കേരളവും തമ്മിൽ, അതുപോലെ കാവേരി വിഷയത്തിൽ കർണാടകയും തമിഴ്നാടും അങ്ങനെ പല പ്രശ്നങ്ങൾ സ്റ്റേറ്റുകൾ തമ്മിലും വെള്ളത്തിനും വേണ്ടി പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ളത്, പിന്നെ ആളുകൾ തമ്മിലുള്ള ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്, പിന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്, ഇതൊക്കെയാണ് സോഷ്യൽ അഡ്വേഴ്സ് എഫക്റ്റിൽ വരുന്നത്. ഇനി ലാൻഡ് സ്ലൈഡ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാൻഡ് റിസോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്ലോ ഫോമിങ് മെറ്റീരിയൽ കമ്പോസ്ഡ് ഓഫ് റോക്ക്. നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് എന്നുള്ള ഇത് നമ്മുടെ ഈ ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി വൻ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പാതാറ്, പത്തുമല, പിന്നെ കവളപ്പാറ, നമ്മളൊക്കെ കുറേ സ്ഥലങ്ങൾ നമുക്കറിയാം ലാൻഡ് സ്ലൈഡ് കാരണം പല ദുരന്തങ്ങളും അപ്പം മനുഷ്യനഷ്ടവും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നമ്മൾ പറയുന്ന മെയിനായിട്ടുള്ള ഡെബ്രിസ് ഫ്ലോ, ഉരുൾപൊട്ടൽ മൊത്തമായിട്ടുണ്ട്. ഒഴുകി വെള്ളവും മണ്ണും എല്ലാം കൂടെ ഉരുൾപൊട്ടി വരുന്ന അവസ്ഥ. സ്ലംബ്, മലയിടിഞ്ഞ് പിന്നെ റോക്ക് ഫോൾ, ശിലാപതനം, ഒരു പാറയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് വരുന്ന അവസ്ഥ, ആ ഭാഗം മാത്രം. ലാൻഡ് സ്ലൈഡിൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ അത് ജിയോളജിക്കൽ വീക്ക് മെറ്റീരിയൽ ആയിരിക്കും ആ പാറ, അല്ലെങ്കിൽ അവിടെ എറോഷൻ കാരണം, അല്ലെങ്കിൽ നമ്മളെ പല ഇതിനും വേണ്ടിയിട്ട് നമ്മൾ റോഡ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെജിറ്റേഷനോ വേണ്ടിയിട്ട് നമ്മളത് ഗ്രാജുവലായിട്ടുള്ള സ്ലോപ്പുള്ളൊരു സ്ഥലത്തെ നമ്മളത് വെട്ടിമുറിച്ച് അത് ഒരു പീക്ക് സ്ലോപ്പായിട്ട് നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ സ്ലോപ്പ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻറ്റൻസ് റെയിൻഫാൾ, കാരണം ഇത് മഴ പെയ്യുന്ന സമയത്ത് ഇത് ധാരാളം വെള്ളം കുടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് ഇതിന് ബാലൻസ് ചെയ്യാൻ കഴിയാതെ അത് മൊത്തമായിട്ട് ഇറങ്ങി വരുന്ന അവസ്ഥ. പിന്നെ ഹ്യൂമൻ എക്സവേഷൻ, നമ്മുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ
ഇറിഗേഷൻ പർപ്പസിന് മൈനിങ് നടത്തും, പല ഇതിനും വേണ്ടിയിട്ട് പൈലിങ് നടത്തും. അതുപോലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറേ ബോർവെൽ വെക്കും. അപ്പോൾ അവിടെയൊക്കെ മനുഷ്യൻ്റെ കടന്നുകയറ്റം ധാരാളം കാരണങ്ങളുണ്ട്. പിന്നെ എർത്ത് കേക്ക് ഉണ്ടാകുന്ന സമയത്ത് അവിടെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ വിള്ളലുകൾ ഇതുപോലെ മഴ പെയ്യുന്ന സമയത്തോ അപ്പം അത് മൊത്തമായിട്ട് അത് ലാൻഡ് സ്ലൈഡിലേക്ക് ഇത് ചെയ്യും. അതുപോലെ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വതം സമയത്ത് ഉണ്ടായിട്ടുള്ള പല ഇതും ആ വോൾക്കാനിക് ആഷിലേക്ക് അത് ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കും. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ലാൻഡ് സ്ലൈഡ്. നമുക്കറിയാം അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയ അല്ലെങ്കിൽ ഒരു മൗണ്ടൻ വാലിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ, അതിൻ്റെ താഴെ താമസിക്കുന്ന ആളുകളെയാണ്, വാലിയിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. നമ്മളിപ്പോൾ ഇടുക്കിയിൽ നമ്മൾ കണ്ടതാണ്. താഴെ വസിക്കുന്ന ആളുകൾക്കാണ് ആ മുകളിൽ നിന്ന് വന്ന് മണ്ണ് ഇടിഞ്ഞ് അവരെയാണ് മൊത്തമായിട്ട് ബാധിച്ചത്. അപ്പം ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടും, റോഡ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം എല്ലാ ഹസാർഡ്സിലും വരുന്ന കാരണങ്ങളാണ്. ഇനി വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം. വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഒരു മല, ആ മലയുടെ ഒരു സെൻട്രലൊരു ഹോള്, അങ്ങനെയാണ് നമ്മളെ ഒരു മനസ്സിലുള്ള പിക്ചർ വോൾക്കാനോ എന്ന് പറയുമ്പോൾ. അവിടുന്ന് അഗ്നിപർവ്വതം അല്ലെങ്കിൽ ലാവ വന്ന് അല്ലെങ്കിൽ മറ്റ് ഗ്യാസസ് വന്ന് ഇങ്ങനെ അടിഞ്ഞ് അതൊരു പർവ്വതമായിട്ട് മാറിയതാണ്. എഫക്റ്റ് ഓഫ് വോൾക്കാനോ ആണ്. വോൾക്കാനോന്ന് ഏറ്റവും ഭയങ്കര ചൂട് ഉള്ള ലാവ അല്ലെങ്കിൽ എമിഷനാണ് ടോക്സിക് ഗ്യാസ്, ഇതുപോലത്തെ നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള ആഷ്, ഇതുപോലെ പല ഇതാണ് അതിന് ഭൂമിൻ്റെ എർത്ത് ക്രസ്റ്റ് എന്ന് വരുന്നതാണ്. അത് ഭയങ്കര ഡേഞ്ചർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അത് ആ ഒരു ചുറ്റും അവിടെയുള്ള ഹ്യൂമൻ ലൈഫിനെ, അതുപോലെ കൃഷിയെ, എല്ലാത്തിനെയും ഇത് നന്നായിട്ട് ബാധിക്കും. ഭയങ്കര ചൂടുള്ള ഇതാണ് എർത്ത് ക്രസ്റ്റ് എന്ന് വന്ന് അത് ഇവിടെ അടിഞ്ഞു കൂടിയിട്ടാണ് ഉണ്ടാവുക. ഇനി ലൈറ്റ്നിങ്, മിന്നൽ. നമുക്കറിയാം മിന്നൽ ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് ഡയറക്റ്റ് കറണ്ട് പൾസാണ്. ഒരു വേവ് ഫോമായിട്ട് നമുക്ക് നേരിട്ട് വന്ന് പതിക്കുന്ന നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് മിന്നലിൻ്റെ എഫക്റ്റുകൾ. മിന്നൽ മൂലം മരണങ്ങൾ സംഭവിക്കുന്നതും ബിൽഡിങ്ങുകൾക്ക് വിള്ളലുകൾ വീഴുന്നതും മരങ്ങൾ കത്തുന്നതും, ചില സമയത്ത് ചില ഏരിയ തന്നെ കത്താൻ മിന്നൽ കാരണമാണ്. ഡയറക്റ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ഇത് മെയിനായിട്ട് വരുന്നത് നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് വരുന്നത്. ലൈറ്റ്നിങ് ഭൂമിയിലെത്തുന്ന അധികം നെഗറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോൺസാണ് വന്ന് പതിക്കുന്നത്. എഫക്ട്സ് ഓഫ് ലൈറ്റ്നിങ് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് സ്ട്രൈക്കും ഇൻഡയറക്റ്റ് ഇലക്ട്രിക്കൽ എഫക്റ്റും. ഡയറക്റ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ മനുഷ്യരെയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെയോ മറ്റ് മരങ്ങളെയോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളെ നേരിട്ട്, അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ചിമ്മിനി ഇതുപോലത്തെ ബിൽഡിംഗ് സ്ട്രക്ചറുകളെ ഒക്കെ അവിടെ എവിടെയാണോ മിന്നൽ വന്ന് പതിക്കുന്നത് അവിടെ മിന്നൽ രക്ഷാകവചങ്ങളോ ഒരു സുരക്ഷയില്ലാന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ആൾക്ക് അല്ലെങ്കിൽ ആ മരത്തിന് അവിടെ മിന്നലേറ്റിരിക്കും. ഇൻഡയറക്റ്റ് ഇലക്ട്രിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മറ്റ് ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇതിനെല്ലാം ഇൻഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ എഫക്റ്റുകളായിട്ടും ബാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളെ പിന്നെ ലൈറ്റ്നിങ്ങിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. കാരണം നമ്മളെല്ലാത്തിലും പറഞ്ഞ പോലെ ലോസ് ഓഫ് ലൈഫ് സ്റ്റോക്ക്, ഇതൊക്കെ എല്ലാത്തിലും എഴുതാം. ഡാമേജ് ഓഫ് ഹൗസ് ബാൻസ്, ഡാമേജ് ഫ്രം ഫാം മെഷീനറി, ഡാമേജ് ടു ഫെൻസസ്, ഇതൊക്കെ എല്ലാ കാര്യത്തിലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഹെൽത്ത്, നമ്മളെ ഇഞ്ചുറി, മരണങ്ങൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രപ്ഷൻ, പവർ ഡിസ്ട്രപ്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ നാച്ചുറൽ ഹസാർഡ്സിൽ ഡിസാസ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.